Hello students, today we'll be dealing with a unit 5 on Concord. First of all, let's move into the definition of Concord. So what do you mean by Concord? Concord, as you all know, it refers to the agreement or relationship between the two grammatical units, which are subject and verb. So you know that subject and verb is the most important grammatical unit in a sentence. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സബ്ജക്റ്റും വേർബും. അപ്പോൾ അത് രണ്ടും ഒരു എഗ്രിമെൻറ്റിലായിരിക്കണം പോകുന്നത്. ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഒരു വേർബ് ആണെങ്കിലും എപ്പോഴും ഒരു എഗ്രിമെൻറ്റിൽ വേണം പോകാനായിട്ട്. സോ അങ്ങനെ വന്നാലേ ഒരു സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുകയുള്ളൂ. സോ അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കൗ ഗിവ്സ് മിൽക്ക്, കൗസ് ആണെങ്കിൽ ഗിവ് മിൽക്ക്, കൗ ആണെങ്കിൽ ഗിവ്സ് മിൽക്ക്. അതാണ് അവിടുത്തെ ഡിഫറൻസ്. ബിക്കോസ് കൗ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഗിവ്സ് ഇസ് ഓൾസോ സിംഗുലർ. Then coming to another example, she sings well and they sing well. Here she is singular, therefore our verb is sings, which is also singular. When moving into the next example, they sing well. Here we have they is plural form and sing is the plural form of verb. So here they sing well is another example for the concord. Next, moving into the three types of concord. നേരത്തെ പറഞ്ഞതാണ് ഗ്രാമാറ്റിക്കൽ കോൺകോഡ്, നോഷണൽ കോൺകോഡ്, കോൺകോഡ് ഓഫ് പ്രോക്സിമിറ്റി. അങ്ങനെ 3 ടൈപ്സ് ഓഫ് കോൺകോഡാണ് കോൺകോഡിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രാമാറ്റിക്കൽ കോൺകോഡ് എന്ന് പറയുന്നത്. ഗ്രാമാറ്റിക്കൽ കോൺകോഡ് തന്നെ 2 തരത്തിലാണുള്ളത്, കോൺകോഡ് ഓഫ് പേഴ്സണും കോൺകോഡ് ഓഫ് നമ്പറും. അപ്പോൾ അത് നമ്മൾ നേരത്തെ ടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോൺകോഡ് ഓഫ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ്. ഇനിയും ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഓഫ് കോൺകോഡാണ്. കോൺകോഡിൻ്റെ ചില പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ റൂൾസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺകോഡിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ റൂൾസ് നമ്മൾ അതൊന്ന് ലേൺ ചെയ്ത് വെക്കണം. യു ഷുഡ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. അതിൽ ഫസ്റ്റ് റൂളാണ്, വെൻ 2 സിംഗുലർ സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ് ദ വെർബ് മസ്റ്റ് ബി പ്ലൂറൽ. അതായത് 2 സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? രാജു, റഹീം, 2 പേരുടെ പേരുകളാണ്. അപ്പോൾ 2 സബ്ജക്ട്സ് ആണ്. അപ്പോൾ അവയെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന വാക്ക് കൊണ്ടാണ്. അതൊരു കൺജങ്ഷനാണ്. അപ്പോൾ രാജു ആൻഡ് റഹീം ആർ ഗോയിങ് ടുഡേ. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ വെർബ് എന്ന് പറയുന്ന ആറാണ്. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. കാരണം ഇവിടെ 2 സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ when two singular subjects, when they are joined by and, its verb will be plural എന്നാണ് ഒരു ഫസ്റ്റ് റൂളിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, മൂവിങ് ഇൻ ടു ദ സെക്കൻഡ് റൂൾ. എന്താണ് പറയുന്നത് നോക്കിയാൽ, വെൻ 2 സബ്ജക്ട്സ് ജോയിൻഡ് ബൈ ആൻഡ് ആർ ട്രീറ്റഡ് ആസ് വൺ തിങ് ഓർ യൂണിറ്റ്, ദ വെർബ് മസ്റ്റ് ബി സിംഗുലർ. അതായത് എക്സാമ്പിൾ നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. ഇതിൽ ബ്രെഡ് ഇസ് സബ്ജക്റ്റ്, ബട്ടർ ഇസ് അനദർ സബ്ജക്റ്റ്. അതിൽ ആ സെൻറ്റൻസ് നമ്മൾ വായിക്കുവാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. അതായത് ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന 2 കാര്യങ്ങളെയും ഒറ്റ ഒരു വൺ തിങ് അല്ലെങ്കിൽ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ സബ്ജക്റ്റിനെ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ്, ഒന്നായിട്ട് കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്ന് വന്നത്. ഈസ് ഇസ് ദ വെർബ് ദെയർ. സോ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. അതുപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതിനകത്ത് സ്ലോ ആൻഡ് സ്റ്റഡി ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് വിൻ ഇസ് എ വെർബ് ദെയർ ആൻഡ് ദെർഫോർ അതിൻ്റെ വെർബ് ഫോം വിൻസ് ആണ് വരുന്നത്. വിൻസ് ഇസ് സിംഗുലർ ഫോം ഓഫ് വിൻ. വിന്നിൻ്റെ സിംഗുലർ ഫോമാണ് വിൻസ്. നമ്മൾ തേർഡ് റൂളിലേക്ക് പോവാണ്. വെൻ 2 സിംഗുലർ സബ്ജക്ട്സ് ജോയിൻ ബൈ ആൻഡ്
refer to the same person, the verb must be singular. അതായത് നമ്മൾ എക്സാമ്പിൾ നോക്കി, രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ രണ്ട് സിംഗുലർ സബ്ജക്ട്സ്? ഒന്ന് അങ്കിൾ ആൻഡ് ഒന്ന് ഗാർഡിയൻ. അപ്പോൾ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഇസ് വെരി സ്ട്രിക്റ്റ്. അപ്പോൾ അവർ രണ്ട് വാക്കുകളെയും ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുന്നു. പക്ഷേ ഈ രണ്ട് വാക്കുകളും ഒരൊറ്റ വ്യക്തിയാണ് പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അങ്കിൾ തന്നെയാണ് എൻ്റെ ഗാർഡിയനും. അതുകൊണ്ട് അതിനെ ഒരൊറ്റ യൂണിറ്റ് പോലെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈസ് വന്നത്. കാരണം രണ്ടും ഒരു സിംഗിൾ പേഴ്സണെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പം മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് അങ്ങനെ ആയിരുന്നു അവിടെ എങ്കിൽ അതിൻ്റെ വെർബ് പ്ലൂറൽ ആയിരുന്നേനെ, അതായത് ആറായിരുന്നേനെ, അത് രണ്ട് വ്യക്തികളായിരുന്നേനെ. പക്ഷെ ഇവിടെ ഒറ്റ വ്യക്തിയാണ് റെഫർ ചെയ്യുന്നത്, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്നതുകൊണ്ട്. അതുകൊണ്ടാണ് സിംഗുലർ വെർബായ ഈസ് വന്നിരിക്കുന്നത്. ഓക്കെ, നൗ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് റൂൾ, വിച്ച് ഇസ് എ ഫോർത്ത് റൂൾ. ഫോർത്ത് റൂളിനകത്ത് നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ദ ഫോളോയിങ് വേർഡ്സ്: എവ്രി വൺ, എവ്രിബഡി, സംബഡി, സം, എനിബഡി, എനിവൺ, എനിത്തിങ്, നത്തിങ്, നോബഡി, നൺ. അപ്പോൾ ഇത്രയും വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു സെൻറ്റൻസ് എവ്രി വണ്ണിൽ അല്ലെങ്കിൽ എവ്രിബഡിയിൽ എനിവണ്ണിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ സെൻറ്റൻസസ് ഈ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, എവ്രിബഡി ലൈക്സ് ഐസ്ക്രീം. അവിടെ എവ്രിബഡി ഇസ് ദി വേർഡ് ദേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ സെൻറ്റൻസിൽ ലൈക്സ് ആണ്. ലൈക്സ് ഇസ് സിംഗുലർ ഫോം ഓഫ് വെർബ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നു, എല്ലാവരും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ലൈക്സ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ഓഫ് ലൈക്ക് ആണ്. അപ്പോൾ എവ്രിബഡി, എവ്രി വൺ, സംബഡി, സം, ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും എന്ന് ഓർക്കുക. ഇനി അടുത്ത റൂളിലേക്ക് നമ്മൾ പോവാണ്. ഫിഫ്ത്ത് റൂൾ: ഇഫ് എ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് എ ജെറണ്ട് ഓർ 2+ verb, then its verb is singular. അതായത് ജെറണ്ട് എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ജെറണ്ടായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജെറണ്ട് അല്ലെങ്കിൽ ഒരു 2+ വെർബിൽ, ഇപ്പോൾ ടു പ്ലേ, അങ്ങനെ ഒരു 2+ വെർബിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ലാഫിങ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. അവിടെ ലാഫിങ് ഇസ് എ ജെറണ്ട്, വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. ലാഫിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ വെർബ് ഇസ് ഈസ്. അപ്പോൾ ഈസ് ഇസ് സിംഗുലർ. അപ്പോൾ ലാഫിങ് അല്ലെങ്കിൽ അത് ജെറണ്ടൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് അവരുടെ വെർബ് സിംഗുലർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത് ഈ സെൻറ്റൻസിനകത്ത് വേർബ് ഫില്ല് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. വേർബ് എന്തായിരിക്കും ആ ഒരു സെൻറ്റൻസിലെ വേർബ്? അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. അതിൻ്റെ കറക്റ്റ് ഫോം ബ്രാക്കറ്റ്സിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിനകത്ത് വേർബിൻ്റെ ഫോം തരും. അതിൻ്റെ കറക്റ്റ് ഫോം എടുത്തിട്ട് ഫില്ല് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു PDF ഫയൽ ഇട്ടപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അപ്പോൾ അതുപോലെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലാഫിങ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്, അതിനകത്ത് ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോം ഓഫ് വേർബ് ആണെന്ന് നോട്ട് ചെയ്യുക. കാരണം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ജെറണ്ടിലാണ്. ഇനിയും ഒരു 2+ വേർബ് വന്നു കഴിഞ്ഞാലും ഒരു സെൻറ്റൻസ് 2+ വേർബിൽ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. ഇപ്പോൾ ടു പ്ലേ വിത്ത് ഫയർ ഇസ് ഡേഞ്ചറസ്. ഇപ്പോൾ ടു പ്ലേ വിത്ത് ഫയർ ഈസ് ഡേഞ്ചറസ് എന്നേ വരത്തുള്ളൂ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ടു പ്ലേ എന്ന ഫ്രേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും എന്നത്. നെക്സ്റ്റ്, മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് റൂൾ, the phrases one of, one and a half, every one of, either of, neither of, the number of, each of, ഈ ഫ്രേസസിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സെൻറ്റൻസിനകത്ത് വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ പ്ലൂറൽ നൗൺസ് ആൻഡ് സിംഗുലർ വെർബ്സ്. അതിൻ്റെ നൗൺസ് പ്ലൂറൽ ആയിരിക്കും. ആ ഫ്രേസസ് കഴിഞ്ഞ് വരുന്ന നൗൺസ് പ്ലൂറൽ ആയിരിക്കും.
അതുപോലെ തന്നെ ആ സെൻറ്റൻസിനകത്ത് വരുന്ന വെർബ് സിംഗുലറും ആയിരിക്കും. അപ്പം നമ്മളിവിടെ വെർബിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വേർബ് റിലേഷൻഷിപ്പാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും ഈ ഫ്രേസസ് വരുമ്പോഴത്തേക്ക്, ഫോളോഡ് ബൈ സിംഗുലർ വെർബ്സ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മൂവിങ് ഇൻ ടു 7th റൂൾ. ഈ എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്യുക. 1.5 years ഇസ് നോട്ട് എ സ്മോൾ ഗ്യാപ്പ്. 1.5 ആ ഫ്രേസിൽ തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ വെർബ് ഈസാണ്. അതുകൊണ്ടാണ് ഈസ് എന്ന സിംഗുലർ വെർബ് വന്നത്. സോ 1.5 years, ഇയേഴ്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്ലൂറൽ ഫോം ഓഫ് നൗൺ. ഇയേഴ്സ് പ്ലൂറലാണ്. ഫോളോഡ് ബൈ സിംഗുലർ വെർബ് ഈസ് എന്നാണ് ആ സെൻറ്റൻസിൽ വന്നിരിക്കുന്നത്. അപ്പം ആ എക്സാമ്പിൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് 7th റൂളാണ്. 7th റൂൾ എന്താണ്? വിത്ത് ദി എക്സ്പ്രഷൻസ് ഓഫ് ടൈം, ഡിസ്റ്റൻസ്, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെൻറ്റ്, പീരീഡ് ഓഫ് ടൈം. അതായത് ഈ എക്സ്പ്രഷൻസ് ഒരു സെൻറ്റൻസിൽ വരുവാണെങ്കിൽ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന, ടൈമിനെ സൂചിപ്പിക്കുന്ന, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഒരു സെൻറ്റൻസിൽ ആ എക്സ്പ്രഷൻസ് വരുവാണെങ്കിൽ അതിൻ്റെ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗുലർ വെർബ്സ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ സിംഗുലർ വെർബ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ഉണ്ട്. 6 kilometers ഇസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. 6 kilometers അതൊരു ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് വരുന്ന വെർബ് ഈസ് ആണ്. അത് ഒരു സിംഗുലർ ഫോം ഓഫ് വെർബാണ്. അതുകൊണ്ടാണ് ഈസ് വന്നത്. 6 kilometers ആയതുകൊണ്ട് 6 വരില്ല. അത് ഡിസ്റ്റൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ടൈം ആണെങ്കിൽ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മണി ആണെങ്കിൽ, മെഷർമെൻ്റ് ആണെങ്കിൽ, എന്തെങ്കിലും മെഷർമെൻറ്റ് പറയുവാണെങ്കിൽ അത് എപ്പോഴും അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ റൂൾ. Next rule, 8th rule. When expressions such as well as much as, with, along with, together with, besides, in addition to, in the company of, accompanied by, followed by, more than, rather than. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ഒരു സെൻറ്റൻസിൽ അപ്പിയർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്? വെർബ് ഷുഡ് ബി റിട്ടൺ ഇൻ അക്കോർഡൻസ് ടു ദ ഫസ്റ്റ് സബ്ജക്റ്റ്. അത് ആ സെൻറ്റൻസിൽ വരുന്ന ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ വേർബിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് നമ്മൾ നോക്കിയാൽ ഈ എക്സ്പ്രഷൻസിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സ് വരാനുള്ള, ഒന്നിൽ കൂടുതലായി സബ്ജക്ട്സ് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ വെർബിനെ തീരുമാനിക്കേണ്ടത്. അത് ആദ്യത്തെ സബ്ജക്റ്റ് ഇപ്പോൾ ഒരു സിംഗുലർ ഫോം ആണെങ്കിൽ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ തന്നെ ആയിരിക്കും. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറലായിരിക്കും. ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് എ ടീച്ചർ ഹാവ് എൻറ്റേർഡ് ദ ക്ലാസ്. ഇവിടെ 2 സബ്ജക്ട്സ് ആണ്, സ്റ്റുഡൻസും ടീച്ചറും. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറലും അത് കഴിഞ്ഞ് വരുന്ന ടീച്ചർ സിംഗുലറുമാണ്. അപ്പോൾ ആസ് വെൽ ആസിന് മുന്നേ വരുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റായ ദ സ്റ്റുഡൻസിനെ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഹാവ് ആയത്, പ്ലൂറൽ ആയത്. സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൂൾ. ഇൻ സെൻറ്റൻസസ് കണ്ടെയ്നിങ് വേർഡ്സ് സച്ച് ആസ് ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അങ്ങനെയുള്ള സെൻറ്റൻസസ്, അതായത് ഇങ്ങനെയുള്ള ഫ്രേസസ് അല്ലെങ്കിൽ വാക്കുകൾ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് വരുവാണെങ്കിൽ ദ വേർബ് ഷുഡ് ബി റിട്ടൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സെക്കൻഡ് സബ്ജക്റ്റ് ഓർ ദ സബ്ജക്റ്റ് ക്ലോസർ ടു ഇറ്റ്. അതായത് ആ സെക്കൻഡ് സബ്ജക്റ്റ്, അതായത് ഈ വാക്കുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം, നേരത്തെ പോലെ തന്നെ 2 സബ്ജക്ട്സ് കാണും ഈ വാക്കുകൾ വെച്ച് ജോയിൻ ചെയ്യുന്ന സെൻറ്റൻസസിൽ. അതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ റൂളിന് ഫസ്റ്റ് സബ്ജക്റ്റാണ്, പക്ഷേ ഇവിടെ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ വെർബിനെ തീരുമാനിക്കേണ്ടത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട് താഴെ. നൈദർ ജോൺ നോർ ഹിസ് ബ്രദേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. 2 സബ്ജക്ട്സ് ആണ്, ജോണും ഹിസ് ബ്രദേഴ്സും. അപ്പോൾ അവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ് ബ്രദേഴ്സ് എന്നുള്ളതാണ്. ബ്രദർ അല്ല, ബ്രദേഴ്സ് പ്ലൂറലാണ്. അതുകൊണ്ടാണ് 6 വന്നത്, വെർബ് 6 ആയത്. നെക്സ്റ്റ് റൂൾ, 10th റൂൾ. When 3 different persons are joined, they must be used in the order second, third and first person. അതായത് ഇപ്പോൾ
അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് പേഴ്സൺ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി ഷീ ഇറ്റ് ദേ. അപ്പോൾ when three different subjects are joined, മൂന്ന് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, മൂന്ന് ഡിഫറെൻറ്റ് പേഴ്സൺസ് ജോയിൻ ചെയ്യപ്പെടുമ്പോൾ, മൂന്ന് ഡിഫറെൻറ്റ് പേഴ്സൺസ് ചേർത്തൊരു സെൻറ്റൻസ് എഴുതുമ്പോഴത്തേക്ക് അത് എഴുതേണ്ട ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആദ്യം, തേർഡ് പേഴ്സൺ രണ്ടാമത്, ഫസ്റ്റ് പേഴ്സൺ മൂന്നാമത്. ആ ഓർഡറിലായിരിക്കണം എപ്പോഴും ഒരു മൂന്ന് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഉള്ള സെൻറ്റൻസ് എഴുതപ്പെടേണ്ടത്. ഇഫ് ദ സെൻറ്റൻസ് എക്സ്പ്രസ്സസ് എ നെഗറ്റീവ് ആസ്പെക്റ്റ്, അപ്പോൾ ആ സെൻറ്റൻസിന് അതിനകത്തൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് വരുവാണെങ്കിൽ അവിടെ നമുക്കൊരു സീക്വൻസിൽ മാറ്റം വരും. ദെൻ ദ സീക്വൻസ് ഷുഡ് ബി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പേഴ്സൺ ആൻഡ് പ്ലൂറൽ വേർബ് ഇസ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ മുകളിലത്ത് നോക്കിയാൽ യു, ഹി ആൻഡ് ഐ സപ്പോർട്ടഡ് ഹർ, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. മൂന്ന് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫസ്റ്റ് പേഴ്സൺ എന്ന ഓർഡറിലായിരിക്കും അത് എഴുതപ്പെടുന്നത്. അതുപോലെ തന്നെ അതുപോലെ ആ സെയിം സെൻറ്റൻസിന് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റാണ് കൺവേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ടെക്സ്റ്റിൽ അതിനെ ബേസ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിൽ കോൺകോർഡ് ലാസ്റ്റിലാവുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൻ്റെ ഓർഡർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പേഴ്സണിലായിരിക്കും. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ത്രീ ഡിഫറെൻറ്റ് പേഴ്സൺസ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫസ്റ്റ് പേഴ്സൺ എന്ന ഓർഡറിൽ ജോയിൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ 10th റൂൾ. ഇനി കമ്മിങ് ടു ദ 11th റൂൾ. ആസ് ദീസ് വേർഡ്സ് trousers, pants, scissors, compasses, binoculars, socks, shoes, anklets, pyjamas, jeans, tongs ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിനകത്ത് വരുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്രസ്സസ് ദി ഐഡിയ ഓഫ് കൺസിസ്റ്റിംഗ് ഓഫ് ടു, രണ്ടെന്നൊരു ഐഡിയ ആണല്ലോ കിട്ടുന്നത്. അതായത് ഒരു സ്പെക്ടക്കിൾസ് ആണെങ്കിൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളെ നമ്മൾ പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. ഒരു സെൻറ്റൻസിൽ ആ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് പ്ലൂറലാണ്. അതുകൊണ്ട് അതിൻ്റെ വെർബ് പ്ലൂറലായിരിക്കും. സബ്ജക്റ്റാണ് വെർബിനെ തീരുമാനിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലറാണ്, വെർബ് സിംഗുലർ ആയിരിക്കും, ആ ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വെർബും പ്ലൂറലായിരിക്കുന്നത്. സോ എക്സാമ്പിൾ നോക്കിയാൽ മൈ പാൻസ് ആർ ഡേർട്ടി. പാൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിനെ നമ്മളതുകൊണ്ട് പ്ലൂറലായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ വെർബ് ആറാവുന്നത്, പ്ലൂറലാവുന്നത്. ദ ഫ്രേസ് എ പെയർ ഓഫ് ഇസ് യൂസ്ഡ് ബിഫോർ ദി അബവ് വേർഡ്സ്. ഇനിയും ഈ നേരത്തെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച വാക്കുകൾ, ട്രൗസേഴ്സ്, സിസേഴ്സ്, പാൻസ്, ജീൻസ് എക്സെട്ര, ആ വാക്കുകളോടൊപ്പം അല്ലെങ്കിൽ അതിന് മുന്നേ എ പെയർ ഓഫ് എന്ന ഫ്രേസ് വന്നു കഴിഞ്ഞാൽ, എ പെയർ ഓഫ് ട്രൗസേഴ്സ് എന്ന് ചേർത്തൊരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും. കാരണം എ പെയർ ഓഫ് എടുത്ത് പറയുന്നത് കൊണ്ട് അതിൻ്റെ വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം എ പെയർ ഓഫ് സിസേഴ്സ് എന്നതുകൊണ്ട് അത് അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതിൻ്റെ വെർബ് ഇവിടെ ഈസ് വന്നത്, സിംഗുലർ ആവുന്നത്. അപ്പോൾ എ പെയർ ഓഫ് എന്ന വാക്ക് അല്ലെ ഫ്രേസ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതാണ് ഇവിടുത്തെ റൂൾ. നെക്സ്റ്റ് മൂവിങ് ഇൻ ടു ദ 12th റൂൾ. Collective nouns can be used both as singular or plural when words such as cabinet, government, crew, team, assembly, etc. are treated as plural. The pronoun must be plural, then the verb turns out to be plural. അപ്പോൾ ക്യാബിനറ്റ്, ക്രൂ അതൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള നൗണിനെയാണ്. അത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കളക്റ്റീവ് നൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അതിനെ നമുക്ക് പ്ലൂറലായിട്ടും സിംഗുലറായിട്ടും എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ വാക്കുകൾ വെച്ചിട്ടൊരു സെൻറ്റൻസ്, കളക്റ്റീവ് നൗൺ വെച്ചിട്ടൊരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് പ്ലൂറലും ആവാം, സിംഗുലറും ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് വെർബ് ബ്ലാങ്ക് ആയിട്ട് തരും. നിങ്ങൾ ആ സെൻറ്റൻസ് ആദ്യം വായിക്കുക. എന്നിട്ട് ആ സെൻറ്റൻസിൽ നിന്നും ഓരോ മെമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നതായിട്ടൊരു മീനിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് പ്ലൂറലായിരിക്കും. ഓരോന്നിനെ മാത്രമേ കൺസിഡർ, അത് ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ട് ഹോളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ മെമ്പേഴ്സിനെ എടുത്ത് പറയത്തക്കതായിട്ടില്ല ആ സെൻറ്റൻസിലെങ്കിൽ അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ദേ ആർ ട്രീറ്റഡ് ആസ് പ്ലൂറൽ. പ്ലൂറലായിട്ട് എപ്പോഴാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ സെൻറ്റൻസിനെ? ദ പ്രൊനൗൺ മസ്റ്റ് ബി പ്ലൂറൽ. അതിൽ പ്രൊനൗൺ കാണും, അത് പ്ലൂറൽ ആയിരിക്കും. അപ്പം ആ പ്ലൂറലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർബ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പ്രൊനൗൺ എന്താണെന്ന് നോക്കുക. അത് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ വെർബ് തീർച്ചയായിട്ടും പ്ലൂറൽ ആയിരിക്കും. ഇനി ആ സെൻറ്റൻസിനകത്ത്, അതായത് ഈ വാക്കുകൾ വരുന്ന, ഈ കളക്റ്റീവ് നൗൺസ് വരുന്ന വാക്കുകൾ വരുന്ന സെൻറ്റൻസിനകത്ത് പ്രൊനൗൺ എന്താണെന്ന് നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പം ഇത് രണ്ടും, സിംഗുലറും പ്ലൂറലും വെച്ചിട്ട് നമുക്ക് ഒരു കളക്റ്റീവ് നൗണ് എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ദ ക്യാബിനറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ് സ്റ്റാൻഡ് ക്ലിയർ. ആ സെൻറ്റൻസിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലാവുന്നത്? ദ ക്യാബിനറ്റ്, അവിടുത്തെ വെർബ് സിംഗുലറായിട്ടാണ് പറയുന്നത്, ഹാസ് ആണ്. മെയ്ഡ് ഇറ്റ് സ്റ്റാൻഡ് ക്ലിയർ, അതായത് ആ ക്യാബിനറ്റ് എന്ന് വെച്ചാൽ ആ ക്യാബിനറ്റിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, അവരുടെ തീരുമാനം വ്യക്തമാണ് എന്നൊരർത്ഥമാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അവരുടെ അത് ഒറ്റ തീരുമാനം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എന്ന ആ ഒരു പ്രൊനൗണാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ആ ഒരു സിംഗുലർ ഫോം ഓഫ് വെർബ് വന്നിരിക്കുന്നത്. സോറി, ദ ക്യാബിനറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ്സ് സ്റ്റാൻഡ് ക്ലിയർ എന്ന് വന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കുവാണെങ്കിൽ, ദ ക്യാബിനറ്റ് ഹാവ് മെയ്ഡ് ദെയർ സ്റ്റാൻഡ് ക്ലിയർ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയായിരിക്കും, ദ ക്യാബിനറ്റ് ഡാഷ് മെയ്ഡ് ദെയർ സ്റ്റാൻഡ് ക്ലിയർ എന്നായിരിക്കും തരുന്നത്. അപ്പോൾ ആ ഒരു ഡാഷിൻ്റെ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണെന്ന് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹാവ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാവ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോമാണ് ഹാവ്. പ്ലൂറൽ ഫോമാണ് ഹാവ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? ദ ക്യാബിനറ്റ് ഹാവ് മെയ്ഡ് ദെയർ സ്റ്റാൻഡ് ക്ലിയർ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 12th റൂൾ. കമ്മിങ് ടു ദ 13th റൂൾ, if a countable noun comes after the expressions such as most of, lot of, plenty of, a great deal of, a good deal of, the greater part, അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇഫ് എ കൗണ്ടബിൾ നൗൺ, അതായത് ഈ എക്സ്പ്രഷൻസിൻ്റെ കൂടെ ഒരു കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ plural verb should be used, and if an uncountable noun comes after the above words, a singular verb should be used. അതായത് ഈ എക്സ്പ്രഷൻസിനോടൊപ്പം ഒരു കൗണ്ടബിൾ നൗൺ അതിനോടൊപ്പം വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വേർബ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേസമയം അതിൻ്റെ ആ നൗണ് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ പ്രസൻറ്റ്. അതിനകത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ പ്രസൻറ്റ്, അവിടെ എന്താണ് നമ്മളുടെ നൗൺ? പീപ്പിളാണ്. പീപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കും, അതുകൊണ്ടാണ് അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. A number of, a large number of, a great number of, a good number of, more than two, minority of, etc. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നിങ്ങളതെല്ലാം വായിച്ച് നോക്കുക. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് വരുവാണെങ്കിൽ, ഒരു സെൻറ്റൻസിൽ വരുവാണെങ്കിൽ, after these expressions a plural noun and plural verb should be used. ഈ എക്സ്പ്രഷൻസിന് ശേഷം ഒരു പ്ലൂറൽ നൗണും പ്ലൂറൽ വേർബും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ വെർബിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. വെർബിനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വെർബിനെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതാൻ തരുന്നത്. അപ്പോൾ അതിൻ്റെ നൗൺ എന്താണെന്ന് നോക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെർബ് പ്ലൂറൽ തന്നെയായിരിക്കും. അതായത് ഈ ഒരു എക്സ്പ്രഷൻസ്, നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ് ചേർത്തൊരു സെൻറ്റൻസ് വരുവാണെങ്കിൽ അതിൻ്റെ ഈ വെർബ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, next, coming to the next rule 15, after the expressions many are, more than one, a singular noun and a singular verb is used. Many are, more than one,
അങ്ങനെയുള്ള എക്സ്പ്രഷൻസിന് ശേഷം എപ്പോഴും നമ്മളുടെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. മെനി എ പൊളിറ്റീഷ്യൻ ഹാസ് പ്രോമിസ് ടു മേക്ക് ചേഞ്ചസ്. മെനി എ, അതുപോലെ തന്നെ മോർ ദൻ വൺ എഡിറ്റേഴ്സ് വർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊജക്റ്റ്. നമുക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വെർബ് സിംഗുലർ ആയിരിക്കും അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് വരുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് റൂൾ ആൻഡ് ദ ലാസ്റ്റ് റൂൾ, ഫർണിച്ചർ, ക്രോക്കറി, കട്ട്ലറി, സ്റ്റേഷനറി, പോയിട്രി, ഇൻഫർമേഷൻ, സീനറി, എക്സെട്ര ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരുവാണെങ്കിൽ ആഫ്റ്റർ ദീസ് വേർഡ്സ് എ സിംഗുലർ വേർബ് ഷുഡ് ബി യൂസ്ഡ്. ഈ വാക്കുകൾക്ക് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. സപ്പോസ് ദ ഫർണിച്ചർ ഇൻ അവർ ക്ലാസ് റൂം ഈസ് അൺകംഫർട്ടബിൾ. ദ ഫർണിച്ചർ ഇൻ അവർ ക്ലാസ് റൂം ഈസ് അൺകംഫർട്ടബിൾ. അതിനകത്ത് ഫർണിച്ചർ എന്ന വേർഡ് അവിടെ വന്നു, അതുകൊണ്ട് അതാണ് അതിൻ്റെ സബ്ജക്റ്റ്. അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫർണിച്ചർ ഇൻ ആ ക്ലാസ് റൂം ഇസ് അൺകംഫർട്ടബിൾ, ഈസ് അൺകംഫർട്ടബിൾ എന്നായിരിക്കും വരുന്നത്. സോ അങ്ങനെയുള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വരുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ സിംഗുലർ വെർബ്സ്. അതാണ് നമ്മളുടെ ഫൈനൽ റൂൾ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഒരു 16 റൂൾസ് ഈ കോൺകോഡ് എന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ റൂൾസ് നമുക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും കോൺകോഡിലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ യു ഷുഡ് ഓൾ look at these 16 rules and you should keep it in mind and you should answer questions according to that. So hope students you have understood this video lesson, PPT lesson on our unit of Concord. Thank you.